എന്താടാ കാര്യം എന്താന്ന് വെച്ചാ പറയടാ. നിന്നോടല്ലേ ചോദിച്ചു. എന്റെ മോൻ തെറ്റിയെന്നെങ്കിൽ അത് നീ എന്റെ അടുത്തല്ല പറയണേ. നീ ആരാടാ അവനെ നാണം കെടുത്താൻ? എന്റെ മോന്റെ ഡ്രസ് എടുത്തോണ്ട് വരാൻ പറയടാ. പറയാം. മോളെ മോളെ ആ ഡ്രസ് എടുത്തോണ്ട് വാ. ഒന്ന് വേഗം കൊണ്ടുപോവാ. പെട്ടെന്ന് ഒന്നും ചെയ്യല്ലേ. എന്റെ പിതാവേ, ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഞങ്ങൾക്ക് അരി വാങ്ങിക്കാനും ചീഞ്ഞ മത്തിയല്ലാത്ത നല്ല മത്തി കിട്ടി അതിനെ കറി വെച്ച് കൂട്ടുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിന് വേണ്ടി അങ്ങേക്ക് ഞങ്ങൾ കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കോടാനുകോടി നന്ദിയുണ്ട് പിതാവേ. ആമേൻ. 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 മത്തിമീൻ അദ്ദേഹം സാമ്യമാല ഇട്ടേക്കുന്നുണ്ട്, ഞാൻ കഴിക്കില്ല. എനിക്കും വേണ്ട. നീയും അങ്ങനെയാണോ? ചക്കര. ആഹാ, മസ്താന്റെ സാധനങ്ങളെത്തിയല്ലോ. ഇത് ഉടനെ തന്നെ കൈമാറ്റി വിടണം. ഇപ്പൊ തന്നെ അവന് നമ്മോടുള്ള ദേഷ്യം കൂടിയിരിക്കുക. അവന്റെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ട പിന്നെ ബാക്കി ഉണ്ടാവില്ല. 40 കോടി രൂപയുടെ സാധനം മറക്കണ്ട. നമ്മൾ ഈ സാധനം മാറ്റി വിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുപോകും. ദേ നോക്ക്, പൈസ പോകുന്ന വലിയ കാര്യമൊന്നുമല്ല. നിന്റെ പേര് നശിക്കാൻ പാടില്ല. ഇന്ന് ട്രെൻഡിങ്ങിൽ എന്ത് പ്രശ്നം ഉണ്ടായത്? അതൊന്നുമില്ല ഏട്ടാ, മറ്റേ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന്. ഇതൊക്കെ വലിയ കാര്യാന്ന് പറഞ്ഞ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ജെസ്സിക നായന്റെ കേസും ചൂട് പിടിക്കുന്നത് കേട്ട്. നീതി വേണം, നീതി വേണം, സർക്കാരിന്റെ അടുത്ത് നീതി വേണം, നീതി വേണം, നീതി വേണം, സർക്കാരിന്റെ അടുത്ത് നീതി വേണം. ചേട്ടാ ചായ. നീ എന്തിനാ ചായ കൊണ്ടുവന്ന്? ചായ വാങ്ങാനൊന്നും പിള്ളേരെ അയക്കണ്ട. ശരി സാർ. ഇനി പോലെ. നീതി വേണം, നീതി വേണം, സർക്കാരിന്റെ അടുത്ത് നീതി വേണം, നീതി വേണം, നീതി വേണം, സർക്കാരിന്റെ അടുത്ത് നീതി വേണം. കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യണം. ഇവന്മാരെല്ലാം പത്മയുടെ ആൾക്കാരല്ല. സാർ, ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കല്ലേ സാറേ. വലിയ പ്രശ്നവും. അവര് പത്മയുടെ അടുത്ത് നിന്ന് പുറത്തു വന്നിട്ട് ഒരുപാട് ദിവസമായില്ലേ. ഇവന്മാരെല്ലാം സൈക്കിൾ പ്രചരണം നടത്തുകയാണെങ്കിൽ എന്തിനാ സൈക്കിൾ ഓടിക്കാൻ നടന്നു പോകുന്നത്? എനിക്കിതിൽ എന്തോ ഡൗട്ടുണ്ട്. മോനെ അതിങ്ങ് തന്നെ. നിക്കാനാ പറഞ്ഞേ. വിടണോ സ്വാമി? ഒന്ന് നിന്നേ. ഇങ്ങോട്ട് വന്നേ. അവര് തിരിച്ചു വന്നോളൂ. നിങ്ങൾ പൊയ്ക്കോളൂ. അത് പത്മയുടെ കോളായിരിക്കും. ഫോണൊന്ന് സ്പീക്കറിലിട്ടെ. മൃഗവേൽ, നിന്റെ കൈവശമുള്ള എന്റെ ചെറുക്ക് എനിക്ക് തിരിച്ചു വേണം. അതിനു വേണ്ടി ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്ന് ലൈനിൽ വെയിറ്റ് ചെയ്യണേ. എന്റെ ടീമിനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം. സർ, എനിക്കൊരു ഐഡിയ ഉണ്ട് സർ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തന്നെ ബാത്റൂംസ് ഉണ്ട്. എന്നാൽ ട്രാൻസ്ജെൻഡേഴ്സിനോ? അതുകൊണ്ട് അവർക്ക് ഈ നാട് മുഴുവൻ ബാത്റൂം നിർമ്മിക്കാനുള്ള ചെലവ് ഏറ്റെടുക്കാൻ പറ. സാധനം തിരിച്ചു കൊടുത്തേക്കാം. എങ്ങനെയുണ്ട്? ഒന്ന് നിർത്തുന്നുണ്ടോ പ്ലീസ്? ഞങ്ങൾ തനിച്ച് ബാത്റൂം വേണമെന്ന് നിങ്ങളോട് ചോദിച്ചൊന്നുമില്ലല്ലോ. ഞങ്ങൾ സ്ത്രീകളായിട്ട് മാറിയിട്ട് ദിവസം കുറേയായി. അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. നിങ്ങളുടെ ബാത്റൂം ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെന്തിനാ ഞങ്ങളെ വേർതിരിച്ച് കാണുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ. അന്നാ ചെറുക്കന്മാര് ആ കട്ടൗട്ടിനെ താഴെ വെച്ച് സാറിന്റെ വയറ്റി കുത്തിയപ്പോ എന്താ പറഞ്ഞ? പത്മയുടെ മീശന്ന് ഒരു മുടി പോലും പറിക്കാൻ പറ്റുന്ന ചാലഞ്ച് ചെയ്തില്ലേ? ഇപ്പൊ അലവലാതയുടെ മീശ മുഴുവൻ വടിച്ചെടുത്ത് കട്ടൗട്ടിന്റെ താഴെ വന്ന് സാധനം മേടിച്ചോണ്ട് പോവാൻ പറയാ. അടിപൊളി. അതെ പത്മേ, ഇവിടെ പറഞ്ഞത് കേട്ടല്ലോ. നാളെ നിന്റെ മീശ മുഴുവനായി വടിച്ചിട്ട് എന്നെ ഒന്ന് കാണാ. സാധനം തിരിച്ചു തരാം. ഒരു സാധാരണ ഇൻസ്പെക്ടർ നമ്മളെ മാനം കെടുത്തുക. എന്റെ രക്തം തിളക്കിയാടാ. നീ ഇങ്ങനെ ശവം പോലെ കുത്തിയിരുന്ന എങ്ങനെയാടാ? നീ എനിക്കുണ്ടായതല്ല, ഇവള് വേറെ യവനെ വെച്ച് നിന്നെ ഉണ്ടാക്കിയതാ. അവനൊന്നും മീശ എടുക്കാൻ പോകുന്നില്ല. അതൊരിക്കലും നടക്കുന്ന പ്രശ്നം അതല്ല ചേട്ടാ. സാർ പറഞ്ഞതുപോലെ ആ സാധനമൊന്നും തിരിച്ചു കൊടുക്കരുത്. വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം. ചേട്ടാ, അക്യൂസ്ഡ് അവനാണ്. അവൻ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ചു. നമ്മൾ പോലീസാണ്. നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ പിള്ളേരുടെ മുമ്പിൽ നമ്മുടെ ഇമേജ് എന്താവാനാ? നമ്മൾ എപ്പോഴും നമ്മുടെ എത്തിക്സ് ഫോളോ ചെയ്യണം. എൻ്റെ എയിം അവൻ്റെ കയ്യിൽ നിന്ന് ചരക്ക് പിടിക്കുക എന്നുള്ളതല്ല,
പിള്ളേരുടെ ഇടയിലുള്ള അവന്റെ ഹീറോ ഇമേജിനെ ഇല്ലാതാക്കിയിട്ട് അവനെ സീറോ ആക്കാന്നുള്ളതാണ്. നിങ്ങൾ പൊയ്ക്കോളൂ. മൃഗ, പത്മയെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? നീ പറഞ്ഞിട്ടാണ് ഞാൻ മീശ എടുത്തതെങ്കിൽ നീ അത് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് എന്നെ നാണം കെടുത്തി എന്റെ പിള്ളേരുടെ മുന്നിൽ എന്നെ ജോക്കറാക്കും. മീശ എടുത്താലും ഞാൻ തന്നെയാണ് ഹീറോ എന്ന് കാണിക്കാൻ ഞാൻ എന്താ ചെയ്തെന്നറിയോ? അച്ഛാ, അച്ഛനാണ് എന്റെ ഹീറോ. അച്ഛന് നല്ല രീതിയിൽ ജീവിക്കാൻ എത്ര പേരെ കൊന്നിരിക്കുന്നു. ഞാനും അച്ഛൻ്റെ മോനല്ലേ. ഇപ്പൊ ഞാനും അതെന്നെ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അമ്മയെ വിശ്വസിക്കച്ച. എൻ്റെ അമ്മയ്ക്ക് മറ്റാരിൽ നിന്നുണ്ടായതല്ല ഞാൻ. അതെ അച്ഛ, എൻ്റെ അമ്മയെ വിശ്വസിക്കച്ച. അമ്മയെ വിശ്വസിക്കച്ച. ഇനി വടിക്കാലോ എനിക്ക് എന്റെ മീശ. അച്ഛൻ മരിച്ചത് കൊണ്ടാ പത്മ മീശ എടുത്തതെന്നാ ഈ നാട്ടുകാരെ മൊത്തം വിശ്വസിപ്പിച്ചിരിക്കുന്നേ. ആ ചരക്കന്റെ കയ്യിൽ കിട്ടട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാൻ നിനക്ക്. നീലഷട്ടാ, ഇങ്ങോട്ട് വാടാ. പത്മേന്റെ വീട് എവിടെയാടാ? ഇവിടെ ചേട്ടാ, നേരെ ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ എല്ലാം പത്മചേട്ടന്റെ വീടാ. ആ ശരി, പോ പോ. ആ ശരി ചേട്ടാ. അളിയാ, അകത്ത് ചുരുണ്ട മുടിയുള്ള ഒരു കരിങ്ങോരിങ്ങിരിക്കുന്ന കണ്ടില്ലേ? അത് ആരാന്ന്? ഇവനൊക്കെ പത്മയുടെ വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്താ അർത്ഥം മനസ്സിലായോ? ഇന്ന് ഈ ഏരിയയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. കന്തനും വേലനും സുബ്രഹ്മണ്യനും. എന്റെ മോന് കാല് ശരിയായാല് മുളക് അരച്ച് തേക്കാന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. കാല് ശരിയായി, അതുകൊണ്ടാ നേർച്ച കഴിക്കാൻ വന്നത്. അല്ല, നിങ്ങളെന്താ നേർന്നിരിക്കുന്നത്? എന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി മുളക് അഭിഷേകം. ദർശനം കഴിഞ്ഞവരൊക്കെ അവിടെ നിന്ന് മാറേണ്ടതാണ്. വേലുകുത്തി വരുന്നവർക്ക് വഴി കൊടുക്ക്. സ്ത്രീ ഭക്തജനങ്ങൾ ആഭരണങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. മുരുകൻ സ്വാമി എത്തിയിട്ടുണ്ട്. ഇനി ആഭരണങ്ങൾ മോഷ്ടിക്കാൻ വന്നവർ സൂക്ഷിക്കുക. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? വേഗം കർപ്പൂരം കയറ്റ്, എന്നിട്ട് മുരുകനെ മലയേറ്റിക്കേ. ഇപ്പൊ കയറ്റിയേക്കാം. ഹരോഹര, 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 ഹരോഹര. വഴി കൊടുക്ക. അങ്ങ് മാറില്ല. എന്തോ മാറിപ്പോ മാറുതല. മുരുകവേലി ഗോപുരം വഴി വന്നാൽ നമുക്ക് നോക്കിക്കൊള്ളാം. പുറകിലൂടെ വരാണെങ്കിൽ കുമാറിന്റെ ആൾക്കാർ നോക്കിക്കോളും. എന്തൊരു ശബ്ദമാണ്. മുരുകവേലി വന്ന എന്ത് ചെയ്യൂടാ? അവനൊക്കെ കൊണ്ടേ പഠിക്കും.